ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. രേണുസുതി ഇങ്ങനെ വെളുപ്പിച്ച് എന്തിനാ കൊണ്ടുപോകണേന്ന്. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ രേണുസുതി ഇങ്ങനെ കറുപ്പിച്ച് കൊണ്ടുപോകണേ എന്തിനാ? ഇപ്പം നിങ്ങൾ വെളുപ്പിച്ചാലും നിങ്ങൾ കറുപ്പിച്ചാലും ഞാൻ വെളുപ്പിച്ചാലും ഞാൻ കറുപ്പിച്ചാലും നിങ്ങൾ വെളുപ്പിച്ചാലും എന്തായാലും സത്യം എന്ന് പറയുന്ന ഒരു സാധനം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ബിഗ് ബോസിനകത്തുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ്. കഴിഞ്ഞ ആഴ്ച മിഡ് വീക്ക് എവിക്ഷനിൽ രേണുസുതി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അത് വന്നതിന് ശേഷം രേണുസുതിക്ക് വീട്ടിൽ പോകണം, കുഞ്ഞിനെ കാണണം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ ഹെൽത്തിന് ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ കുറേ കാര്യങ്ങൾ രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവളിനി അങ്ങോട്ട് ചോദിച്ച് ഇനി ഔട്ടായി വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് 3 റൗണ്ട് ഗെയിം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പിന്നെ ഡാർക്ക് റൂമിൽ പോകാതിരിക്കാനായിട്ടുള്ള, അതിൽ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഗെയിം ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇവർക്ക് ഇൻഡിവിജ്വലായിട്ട് മത്സരിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് സപ്പോർട്ടായിട്ട്, അതായത് ഇവർക്ക് 2 പേരെ തിരഞ്ഞെടുക്കാം. ഇവർക്ക് വേണ്ടി കളിക്കാൻ 2 പേരെ തിരഞ്ഞെടുക്കണം. രേണുസുതി തിരഞ്ഞെടുത്തത് ഷൈത്യയും ബെൻസിയാണ്, അതായത് RJ ബിൻസിയും കൂടാണ്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവർ ആത്മാർത്ഥമായിട്ട് കളിച്ചു. ഫസ്റ്റിലത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുനിന്ന് കുറച്ച് ഗാർഡുണ്ട്, അതെല്ലാം ധരിച്ചിട്ട് ക്ലേയിൽ ഇറങ്ങി അതിനകത്തുനിന്ന് കോയിൻ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റിലത്തെ ഗെയിം. അപ്പം ഈ ഷൈത്യയും ബെൻസിയും എല്ലാവരും നല്ല വൃത്തിയാണ്, ആത്മാർത്ഥമായിട്ട് കളിച്ചു. പക്ഷേ ചെറിയൊരു പാളിച്ച പറ്റിയത് നമ്മുടെ അപ്പാനി ശരത്തിനും അനുവിനുമാണ്. അവരുടെ ടീം അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അനീഷായിരുന്നു. അനീഷ് തിരഞ്ഞെടുത്തായിരുന്നു ഇവരെ 2 പേരെയും. പക്ഷെ അവർക്ക് ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ നല്ല ലേറ്റായി. ഏറ്റവും ലാസ്റ്റ് കുറേ കോയിൻസ് എല്ലാവരും കളക്ട് ചെയ്തതിന് ശേഷമാണ് അവരുടെ ആ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. അവർക്ക് കിട്ടിയത് 3 കോയിനാണ്. പക്ഷേ ഷൈത്യയും ബെൻസിയും ഷൈത്യ നല്ല വൃത്തിയാണ്, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് അവൾ നല്ല വൃത്തിയാണ് പെർഫോം ചെയ്ത് ഒരു 13 കോയിനോളം ബെൻസി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രേണുസുതിക്ക് വേണ്ടി. അപ്പം അതിൽ രേണുസുതിക്ക് 3-ാം സ്ഥാനമാണ് കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ, ഫ്രിഡ്ജ് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ടാസ്ക്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ, പെട്ടി, ബാഗ്, പിന്നെ ഡോള്, അങ്ങനെ ഒരുപാട് ഐറ്റംസും, പിന്നെ ഈ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുന്ന കുറേ ടോയ്സും ഉണ്ടായിരുന്നു. ടോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ആപ്പിള് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ടോയ്സ് ആയിട്ടുള്ള ഐറ്റങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് ഒറിജിനൽ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജ് നിറയ്ക്കുക എന്നുള്ള ഇത് വെച്ചപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇത് പെട്ടി കൊണ്ട് അതിനകത്തൊക്കെ കയറ്റി നിറച്ച് വയ്ക്കാൻ നോക്കി. പക്ഷേ അതങ്ങനെ അല്ലായിരുന്നു. ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ സാധനമാണോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആ സാധനത്തിനായിരുന്നു പ്രൈസ്. അപ്പോൾ ഇവർ അതിലും ഷൈത്യയും ബെൻസിയും നല്ല വൃത്തിയാണം കളിച്ച് അതിലവർക്ക് 32 പോയിന്റ് കിട്ടി. 32 ഐറ്റം ഫ്രിഡ്ജിൽ നിറച്ച് അതിലും 3-ാം സ്ഥാനമാണ് രേണുസുതിക്ക് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അതിനകത്തും അനീഷിനും 29 അങ്ങാണ്ടാണ് കിട്ടിയത്. അപ്പോൾ അതിലും അനീഷ് ഇച്ചിരി ഡൗണായി. അപ്പോൾ അനീഷിന് ഇവരെക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നു. കാരണം ഇവർ പേരായിട്ട് തിരഞ്ഞെടുത്തവരുടെ കളിയിൽ അയാൾക്ക് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ ഇത് വന്നപ്പോൾ ബിഗ് ബോസ് വേറൊരു പ്ലാൻ ചെയ്ത്, അതായത് ഒരു ബോളിനകത്ത് ബാക്കി ഇവരുടെ 6 പേരുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പേരിട്ടിട്ട് അതിനകത്തുനിന്ന് 2 പേരുകൾ സെലക്ട് ചെയ്തിട്ട് അടുത്ത ടീമിലോട്ട് മാറുക എന്നുള്ളത്. പക്ഷേ അതങ്ങനെ അല്ലായിരുന്നു. ആ 3-ാമത്തെ ടാസ്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളി തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ കോയിൻസ് എത്ര പേർക്ക് എത്ര എണ്ണം കിട്ടിയോ ആ കോയിനെല്ലാം ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു ലൈൻ ഇട്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ട് അതിന് നടുക്ക് ഒരു പ്രഷർ ബട്ടൺ വെക്കും. അതിൽ 7 സെക്കൻഡ് സമയമുണ്ട്. ഇപ്പുറത്ത് ഈ 6 പേരും, അതായത് ഈ മിഡ് വീക്ക് എവിക്ഷനിൽ വന്ന 6 പേരും ഇപ്പുറത്ത് ആ ലൈനിൽ നിന്നിട്ട് ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ആ ബട്ടൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുന്ന ആർക്കാണോ അവർക്ക് ഫസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രാവശ്യവും അനീഷിനായിരുന്നു ഫസ്റ്റ് ബസർ അടിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ അതിനകത്തുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ കയ്യിലിരിക്കുന്ന കോയിൻസ്, അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള കോയിൻസ് ആ ബൗളിനകത്ത് ഇരിക്കുന്നത് ആരുടെ ബൗളിൽ നിന്നാണോ എടുക്കാൻ ഇഷ്ടം അത് 7 സെക്കൻഡ് കൊണ്ട് എടുക്കണം. പക്ഷെ ബൗളോടുകൂടി പൊക്കി എടുക്കാനും പറ്റത്തില്ല. ബൗളിനകത്തിരിക്കുന്ന സാധനം എടുത്ത് ഇവരുടെ സ്വന്തം ബൗളിൽ കൊണ്ട് നിക്ഷേപിക്കുകയും വേണം. പക്ഷെ അങ്ങനെ അനീഷ് ഓടി കളിച്ചത് ഒനിയൻ്റെ
ബൗളിൽ നിന്നാണ് അടുത്ത. കാരണം ഒനിയനായിരുന്നു ഏറ്റവും കൂടുതൽ കോയിൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം അനീഷ് ഓടി കൈ നിറച്ച് ഒരു 2 കൈ കൊണ്ട് പിടി കണക്കെടുത്തുകൊണ്ട് വന്ന് അയാളെ ബോക്സിൽ നിക്ഷേപിച്ച്. അപ്പോഴത്തേക്ക് ഹൈ സ്കോറായി അനീഷിന്. ഒനിയൻ്റെത് 4-4 പോയിൻ്റായിട്ട് വീണ്ടും അവശേഷിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ടിലും ഇതേ കണക്ക് ബസർ ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് പ്രസ് ചെയ്യുക, ഫസ്റ്റ് കിട്ടുന്നവർക്ക് ബോളിൽ നിന്ന് കളക്ട് ചെയ്യുക എന്നത് തന്നെയായിരുന്നു റൗണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം അനീഷ് തന്നെയായിരുന്നു ഏറ്റവും ഫസ്റ്റ് ഓടിച്ചെന്ന് ബസർ ഞെക്കുന്നതും. രണ്ടാമത്തെ പ്രാവശ്യം ഒനിയൻ്റെ ബോക്സിൽ കിടന്ന കോയിൻ തന്നെയാണ് ഇയാൾ കളക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ഫസ്റ്റ് പിന്നെ അനീഷ് വന്ന്, സെക്കൻഡ് വന്നത് റിനു, പിന്നെ വന്നത് നമ്മളെ രേണു, നാലാമത് കലാഭവൻ സരിക. പക്ഷെ അപ്പോൾ ഇതിൽ രണ്ടിലും 4-4 മാർക്ക് വെച്ച് നിന്നത് ശാരികയും ഓനിയനുമായിരുന്നു. അപ്പോൾ അന്ന് ഇന്നലത്തെ ആ ഒരു റൗണ്ടിൽ മിഡ് വീക്ക് എവിക്ഷനിൽ എവിക്റ്റ് ആയതല്ല, അവരെ ഒരു ഡാർക്ക് റൂമിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ഇനി അവർ എൻട്രി ചെയ്യൂ അതോ അവിടെ നിന്ന് അങ്ങോട്ട് ഔട്ടാവുമോ എന്നുള്ള കാര്യം മറ്റന്നാൾ ലാലേട്ടൻ വന്നതിന് ശേഷമേ, നാളെ ലാലേട്ടൻ വന്നതിന് ശേഷമേ കൺഫേം ആകത്തുള്ളൂ. തൽക്കാലം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇവർ രണ്ടുപേരുമാണ് ഡാർക്ക് റൂമിലോട്ട് പോയിരിക്കുന്നത്. ഒനിയനും ശാരികയും ഡാർക്ക് റൂമിലോട്ട് പോയി. അപ്പോൾ ദൈവ കടാക്ഷവും അനുഗ്രഹവും ഉള്ളത് കൊണ്ട് രേണുസുതി ഇന്നായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകെയുള്ള അവരുടെ കളിയിലാണ്. നമ്മൾ ഗെയിം കളിയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത് അവർ ഇൻഡിവിജ്വലായിട്ട് അതിനകത്ത് കളിക്കേണ്ടുന്ന കളികൾ തന്നെയാണ്. പുറത്ത് സപ്പോർട്ടായിട്ട് ഒരു എലിമിനേഷനിൽ വന്നാൽ വോട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റൂ. ബാക്കിയുള്ള പെർഫോമൻസും ബാക്കിയെല്ലാം കാഴ്ചവെക്കേണ്ടത് രേണുസുതി തന്നെയാണ്. പക്ഷേ ഇപ്പം ഇന്നത്തെ 24-ൽ കണ്ടതിൽ ഇനി അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മത്സരമാണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഫർ ചെയ്യാം, നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 6 പേർക്കും, അതായത് ഇപ്പം ഈ പിന്നെ മിഡ് വീക്ക് എവിക്ഷനിൽ വന്ന 6 പേരിൽ 2 പേര് ഔട്ടായി. ബാക്കി 4 പേർക്കും 4 പേരെയും ആർക്കും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായിരുന്നു ഇന്ന് കണ്ടത്. അപ്പോൾ നമുക്ക് കളികൾ കാണാം, കണ്ടുകൊണ്ടേയിരിക്കാം. രേണു എത്രത്തോളം പെർഫോമൻസ് ചെയ്യും ഇല്ലയോ എന്ന് നോക്കാം. രേണുസുതി എലിമിനേഷനിൽ വന്നാൽ നമ്മൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ബാക്കി അതിനകത്ത് നടക്കുന്ന വോട്ടിങ്ങും ടീം വർക്കായിട്ട് നടക്കുന്നതിനെല്ലാം രേണുസുതി തന്നെ അതിനകത്ത് കളിച്ച് പിടിച്ച് നിന്ന് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. അപ്പോൾ നമുക്ക് ബാക്കി കളികൾ കാണാം. നാളെ ഞാനൊരു വീഡിയോ ഇടുന്നത്, ഇപ്പം ബിഷപ്പ് കുറേ ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. രേണുസുതി അയാളെ കൊല്ലാൻ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ബിഗ് ബോസിനകത്തിരിക്കുന്ന രേണുസുതിക്ക് ഇത്രയ്ക്കൊക്കെ കഴിവുണ്ടോ എന്നുള്ളതാണ്. ബിഗ് ബോസിനകത്ത് ആരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതിരിക്കുന്ന അവർ ഇങ്ങനെയൊക്കെ കൊട്ടേഷൻ കൊടുത്തോ എന്നുള്ളതാണ്. അതിന് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു.